ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അടുക്കളയിൽ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരമാകുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുക്കളയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം പൊടിക്കൈകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും ഓയിലും ഒക്കെ ഒഴിച്ച് വെക്കുന്ന ഇതിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അത് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സോപ്പൊക്കെ ഇട്ടാലും അതിൻ്റെ ആ ഒരു മെഴുക്കൊന്നും പോയി കിട്ടൂല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോയി കിട്ടാനും നല്ല ക്ലീനായി കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന ബോട്ടിലേക്ക് ഞാനൊരല്പം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ബോട്ടിലുള്ള ആ ഒരു വെളിച്ചെണ്ണമൊക്കെ ആ ഒരു പൊടിയിൽ കുടിച്ചിട്ട് നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് വാഷ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ സോപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ ഒരു ക്ലിയർ ഉണ്ടാവില്ല, ഒരു വഴുവഴുപ്പ് പോലെ കാണും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പൊടി വെള്ളം കൊണ്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് സോപ്പോ ലിക്വിഡോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോട്ടിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഓയിലിൻ്റെയും അതേപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ബോട്ടിലൊക്കെ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് പൊടി ഇട്ട് കൊടുത്ത് വാഷ് ചെയ്തതിന് ശേഷം ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ നല്ല ക്ലിയർ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്പാണ്. നമ്മുടെ വീടിനുള്ളിലൊക്കെ വാഷ് ബേസിൻ്റെ ഏരിയയിലൊക്കെ ഇതേപോലെ അഴുക്കായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്വിച്ച് ഇടുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഒരു ചളിയുള്ള പോലെ നമ്മൾ കൈയൊക്കെ തൊട്ടിട്ട് ചളിയുള്ളതുപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ക്ലീൻ ആക്കുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത് കുറച്ചൊരു ഇഡ്ഡലി മാവാണ്. നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമ്മുടെ ആ ഒരു അഴുക്കായിട്ടുള്ള ആ ഭാഗങ്ങളിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി 5 മിനിറ്റിന് ശേഷം നമുക്കൊരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചുമരൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മൾ പെയിൻ്റ് അടിക്കാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ പെൻസിലെടുത്തിട്ട് വരച്ചിട്ടിട്ടുണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചുമരൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി ഞാനൊരു നനച്ച കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മതിലിൽ കാണുന്ന ആ കറുപ്പ് കുത്തുകളും പാടുകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ആയിരുന്നു നമ്മുടെ മതിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ക്ലീൻ ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മളൊക്കെ അടിച്ച് വാരുമ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നമാണ് നമ്മുടെ ചൂലിലൊക്കെ മുടി കുടുങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ചൂലിൽ ഇതേപോലെ മുടി കുടുങ്ങുന്നതും അതേപോലെ തന്നെ ഓരോ ചണ്ടികളൊക്കെ കുടുങ്ങിയിട്ട് നമ്മുടെ ചൂലിൽ ഒരു കട്ട പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്ന ചൂലിനെ നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ടിപ്പിൽ കാണിക്കുന്നത്. അപ്പം എൻ്റെ ചൂല് അവിടെ ആയിട്ട് മുടിയൊക്കെ കുടുങ്ങി ചണ്ടിയൊക്കെ കുടുങ്ങി ഇതേപോലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂലൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് എടുത്തിട്ടുള്ളത് ഒരു ചീർപ്പാണ്. നമ്മൾ ഉപയോഗിക്കാത്തൊരു ചീർപ്പ് എടുക്കാം. അത് ഇതിന് മാത്രം മാറ്റി വെക്കാം. അപ്പോൾ ഈ ചൂല് ആ ഒരു ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കാം. അപ്പോൾ അതിൽ കട്ടായിട്ട് കിടക്കുന്ന ചണ്ടികളും മുടികളും ഒക്കെ ആ ഒരു ചീർപ്പിൽ പോരുന്നത് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചൂലൊക്കെ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചീർപ്പ് ഇതിന് മാത്രമായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കൈക്കൊണ്ടൊന്നും ഇതേപോലെ ഒന്ന് പിച്ചെടുത്താലൊന്നും നമ്മുടെ ചൂല് നന്നായിട്ടൊന്നും ക്ലീൻ ആയിട്ട് കിട്ടൂല. മുടി ഉണ്ടെങ്കിൽ പോരും, പക്ഷേ ഫുള്ളായിട്ടൊന്നും ക്ലീൻ ആയിട്ട് കിട്ടൂല. അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചീർപ്പ് വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഇതേപോലെ ഒന്ന് ചീകി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ചൂലിൽ നിന്നുള്ള ഒരുപാട് ചണ്ടിയാണ് ഈ ഒരു ചീർപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചൂലൊക്കെ ഈസി ആയിട്ട്
ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കാം. ഇനി അടുത്ത ടിപ്സ് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് കാറിയ ഒരു ചൊയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരുപാട് തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആട്ടിച്ച് വെക്കുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒരുപാട് കാലം ഇരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കാറിയ ചൊവ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ചെയ്യേണ്ട ഒരു ടിപ്പാണ്. ഒരു കുറച്ച് കുരുമുളകൊന്ന് നമ്മൾ വെളിച്ചെണ്ണ ആട്ടിച്ച് കൊണ്ടുവന്നാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി, കല്ലുപ്പാണ് ഇടേണ്ടത്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്നും നമ്മുടെ വെളിച്ചെണ്ണയിൽ അലിഞ്ഞ് ചേരുമൊന്നുമില്ല. ഉപ്പ് അങ്ങനെ തന്നെ കിടന്നോളും, അടിഭാഗത്തായിട്ട് അങ്ങനെ കിടന്നോളും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ആട്ടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ വലിയൊരു ടിന്നിലൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് വെച്ചാൽ മതി. കുറച്ച് കുരുമുളകും അതേപോലെ തന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഈ ഒരു ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അടിയിൽ അങ്ങനെ കിടന്നോളും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ എന്നും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ചുവ ഒന്നും വ്യത്യാസമൊന്നും വരില്ല. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതേപോലത്തെ ടേപ്പൊക്കെ ഒന്ന് ഉപയോഗിച്ച് അവിടെ വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതെടുക്കുമ്പം ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കൽ വലിയൊരു പണിയാണ്. എന്നപ്പോൾ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടാപ്പിൻ്റെ ഒരു ഭാഗത്തിൽ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കാം. ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിളിൻ്റെ ഒരു കഷ്ണമായാലും മതി. അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ടാപ്പ് എടുക്കുമ്പോൾ ഒക്കെ വളരെ ഈസി ആയിട്ട് അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ കഴിയും. ഇനി അടുത്ത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. അപ്പോൾ നമുക്ക് ചിരവയില്ലാതെ പെട്ടെന്ന് തന്നെ തേങ്ങ ചിരകി എടുക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തേങ്ങ പൊട്ടിച്ചിട്ട് ഫീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ഒരു തേങ്ങ ഫീസറിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഫീസറിലേക്ക് വെക്കാനുള്ള കാരണം നമുക്ക് ഈ ഒരു ചിരട്ടയിൽ നിന്നും പെട്ടെന്നൊന്ന് തേങ്ങ റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ചിരട്ടയിൽ നിന്നും തേങ്ങ ഒന്ന് റിമൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതക്കുന്ന ഒരു ഇതെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ഭാഗമുള്ള ആ ഒരു ഭാഗത്ത് വേണം ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ചിരട്ടയിൽ നിന്നും പെട്ടെന്ന് തന്നെ തേങ്ങ റിമൂവ് ആയിട്ട് കിട്ടും. ഈ ഒരു 3 സൈഡിൽ ആയിട്ട് വേണം നമ്മൾ ഇതിനെ കൊണ്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള മെത്തേഡ് നമ്മൾ ആ ഒരു അമ്മിക്കുട്ടി എടുത്തിട്ട് ഇതേപോലെ തട്ടി കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൂണ്ടെടുത്താലും മതി. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഒന്ന് പൾസ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ നന്നായിട്ട് ചിരകിയ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കൽ ഫീസറിലാണ്. അപ്പോൾ ഫീസറിൽ വെക്കുമ്പോഴാണ് നമുക്ക് 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു മൂടിയുള്ള ഒരു ബോക്സ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കിത് ഫീസറിൽ 2 ആഴ്ച വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു 10-15 മിനിറ്റ് മുമ്പൊന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ ഒന്ന് കുറച്ചൊന്ന് മെൽറ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഫീസറിലേക്ക് തന്നെ വെച്ചാൽ മതിയാകും. അന്നപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലത്തെ വീഡിയോസുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.